ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന ഒരു മെറ്റീരിയൽ വെച്ചിട്ട് കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമ്മൾ ക്രാഫ്റ്റിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു 3-4 ടൈപ്പ് ഫ്ലവേഴ്സ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമ്മൾ വേസ്റ്റാക്കി കളയുന്ന പിസ്ത ഷെൽസ്, പിന്നെ കുറച്ച് നമ്മുടെ സൺഫ്ലവർ സീഡില്ലേ അതിൻ്റെ തോടാണ്. അതും പിന്നെ ഞാൻ കുറച്ച് കാർഡ്ബോർഡ് പീസുകൾ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ നമുക്ക് അതിൽ ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് പിസ്ത ഷെൽസ് വെക്കുന്നത് കാണില്ല, ഇങ്ങനെ അതിലെ കുഴിഞ്ഞ ഭാഗം ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ചെടുക്കുക റൗണ്ടിൽ. അങ്ങനെ ഒരു റൗണ്ട് ഫുള്ള് വെച്ചതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ വെക്കുക. അപ്പോൾ രണ്ടാമത്തെ റൗണ്ടിൽ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആദ്യം വെച്ച 2 പിസ്ത ഷെൽസിൻ്റെ സെൻറ്ററിലായിട്ട് വേണം അടുത്ത ലെയറിലുള്ള ഇത് വരാൻ. അങ്ങനെ ഒരു ഇതിൽ നോക്കുമ്പോൾ ആ പൂവിനൊരു ഒന്നുകൂടി ഒരു ഭംഗി ഉണ്ടാവും. പിന്നെ നമ്മുടെ എടുക്കുന്ന കാർഡ്ബോർഡ് പീസിൻ്റെ റൗണ്ടിനനുസരിച്ചിട്ടാട്ടോ നമ്മൾ ഫ്ലവറിൻ്റെ വലിപ്പമൊക്കെ വരിക. പിന്നെ ലാസ്റ്റ് സെൻറ്ററിൽ 2 പിസ്ത ഷെൽസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ക്രോസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ അടിയിൽ ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ അവിടെ വെച്ച് കൊടുക്കുക. അപ്പോൾ ശരിക്കും നല്ലൊരു ഭംഗിയുള്ളൊരു ഫ്ലേവർ ആയില്ലേ. അപ്പം അങ്ങനെ ഈ ഷേപ്പിൽ ഞാൻ 2 ഫ്ലവേഴ്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് അടുത്ത ടൈപ്പ് ഫ്ലവറിലേക്ക് പോവാം. അപ്പം ഞാൻ ഇതിലുണ്ടാക്കുന്നതിൽ അധികവും പിസ്ത ഷെൽസ് തന്നെ കേട്ടോ യൂസ് ചെയ്യുന്നത്. ഒരു ഫ്ലവറിൽ മാത്രമേ നമ്മുടെ സൺഫ്ലവർ സീഡിൻ്റെ ഇത് യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് പല ആവശ്യത്തിനും ഉപയോഗിക്കാം കേട്ടോ. നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മേലെ ഒരു ഡെക്കോറായിട്ട് വെക്കാൻ, അല്ലെങ്കിൽ വാൾ ഹാങ്ങിങ്ങിനെ ഡെക്കോറായിട്ട് വെക്കാൻ, അങ്ങനെ എന്തിനും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ലാസ്റ്റ് വലിയൊരു ഫ്ലവർ ഉണ്ടാക്കുന്നുണ്ട്. ഈ പിസ്ത ഷെൽസ് മാത്രം യൂസ് ചെയ്തിട്ട് ഒറ്റ ഫ്ലവർ കുറച്ച് വലുപ്പത്തിൽ ഇതിനേക്കാൾ കുറച്ച് വലിയതായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് വേറൊരു മോഡലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതന്നെ ഞാനിതിന് മുന്നേ ചെയ്തൊരു ഫ്ലവർ പോട്ടല്ല, ഇൻഡോർ പോട്ട്. അപ്പോൾ അതിൽ ഞാൻ ഫിക്സ് ചെയ്തിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ക്രാഫ്റ്റ് വർക്കൊക്കെ ചെയ്യുന്നവർക്ക് മെയിനായിട്ടും ഹെൽപ്ഫുൾ ആവുന്നൊരു മെത്തേഡാണിത്. അപ്പം പിന്നെ അടുത്ത ഫ്ലവറിനും ഞാൻ സെയിം മെത്തേഡിൽ തന്നെ ഫസ്റ്റ് ലെയർ ഇങ്ങനെ പിസ്ത ഷെൽസ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഹോട്ട് ഗ്ലൂ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ, ഇല്ലെങ്കിൽ എൻ്റെ തന്നെ കൈ നമ്മൾ വെച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ കൈ തട്ടി തന്നെ അടർന്നു പോരുന്നത് നോക്കണം. അത് നന്നായിട്ട് ഉണങ്ങണതിന് മുന്നേ കൈ തട്ടി അതിങ്ങോട്ട് പോരും. ഇനി ആ റൗണ്ട് കഴിഞ്ഞതിന് ശേഷം സെൻറ്ററിൽ ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് ഞാൻ നമ്മുടെ സൺഫ്ലവർ സീഡ്സിൻ്റെ തോട് ഇങ്ങനെ വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ കളറിലേക്ക് അല്ലെങ്കിൽ മെറ്റാലിക് കളർ അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കളർ ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ, ഒന്നുകൂടി നന്നാവുക. അല്ലെങ്കിൽ ഇതിൻ്റെ ഇടുക്കിലേക്കൊക്കെ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്ലവർ കേടായിപ്പോവും. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ സ്പ്രേ പെയിൻറ് ഉണ്ടെങ്കിൽ അത് ചെയ്താലും മതി. സ്പ്രേ പെയിൻ്റ് ആകുമ്പോൾ നമ്മൾ ബ്രഷ് ചെയ്തിട്ട് ഉള്ളിലേക്കൊന്നും ചെയ്യണ്ടല്ലോ, എല്ലാ ഇടുക്കിലേക്കും ഒക്കെ സ്പ്രേ പെയിൻറ് നന്നായിട്ട് കയറിക്കോളുമല്ലോ. പിന്നെ ഇത് അടുത്ത 3-ാമത്തെ ടൈപ്പ് ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഞാൻ കമഴ്ത്തി വെച്ചിട്ടാണ് കേട്ടോ ഫസ്റ്റ് ലെയർ കൊടുക്കുന്നത്. നമ്മുടെ പിസ്ത ഷെൽസ് അതിൻ്റെ ആ കുഴിഞ്ഞ ഭാഗം ഉണ്ടാകുമല്ലോ, നമ്മൾ പിസ്ത എടുത്ത് കഴിക്കുന്ന ഭാഗം, അപ്പോൾ ആ ഭാഗം താഴേക്കായിട്ട്. ഇനി സെൻറ്ററിൽ നമ്മൾ ഫസ്റ്റ് ചെയ്ത ഫ്ലവറിൽ ചെയ്ത പോലെ തന്നെ നേരെ തിരിച്ച് ഓപ്പോസിറ്റ് സൈഡിലേക്ക് തിരിച്ചിട്ട് വെച്ച് കൊടുക്കുക പിസ്ത ഷെൽസ്. അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും. ഇതും നമുക്ക് നമ്മുടെ വേറെ ഏതെങ്കിലും കളറിലേക്കൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു സിമ്പിൾ ഇതാണ്. പിന്നെ ഈ പിസ്ത ഷെൽസ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ആദ്യം ഈ പിസ്ത കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ബ്രൗൺ കളർ തൊലിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ടാവുമല്ലോ. അപ്പോൾ ആ വേസ്റ്റൊക്കെ നന്നായിട്ട് കത്തിയോ അല്ലെങ്കിൽ നമ്മുടെ നഖം തന്നെ വെച്ചാൽ പെട്ടെന്ന് അടർന്ന് പോരും. അങ്ങനെ ഇറുക്കി പിടിച്ചിരിക്കുകയൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങോട്ട് അടർന്ന് പോരും. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. കാരണം പിസ്തയ്ക്ക് ഒരു ഉപ്പിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ പോകുന്ന രീതിയിൽ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് കയ്യിലിട്ട് നന്നായി ഒരതി വാഷ് ചെയ്തിട്ട് വെയിലത്ത് എവിടെയും വെച്ച് നന്നായിട്ട് ഉണക്കിയെടുക്കുക. എന്നിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മളിത് പെയിൻ്റൊക്കെ ചെയ്യുമ്പോൾ പിന്നെ വാർണിഷൊക്കെ അടിക്കുമ്പോൾ ചിലപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല. അല്ലാതെ നമ്മൾ അച്ചേക്ക് ഒട്ടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഉറുമ്പൊക്കെ നമ്മൾ വോളിലോ അല്ലെങ്കിൽ ഈ ബോട്ടിലൊക്കെ ചെയ്താൽ എവിടെയും വെക്കുമല്ലോ, അപ്പോൾ അവിടെ ഉറുമ്പൊക്കെ വന്ന് അതിൻ്റെ ഒരു ഭംഗി നശിപ്പിക്കാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് ഞാനൊരു ഫ്ലവർ ബഡാട്ടോ ഉണ്ടാക്കിയത്. അത് 4 പിസ്ത ഷെൽസ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണക്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് ചെറിയൊരു ഫ്ലവർ ബഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ വലിയ ഫ്ലവർ ഞാൻ ഈ ഇൻഡോർ പോട്ടിൻ്റെ മേലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതൊന്നുകൂടി ഭംഗിയാക്കാൻ വേണ്ടി നമ്മുടെ പേൾ മെറ്റാലിക് കളർ എടുത്തിട്ട് അതിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അറ്റത്ത് ഞാൻ മൊത്തമായിട്ട് പെയിൻറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് വിരലിൻ്റെ ടിപ്പ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ടാബ് ചെയ്തിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ.
അപ്പോൾ തന്നെ ഭംഗിയുണ്ട്. അപ്പോൾ മൊത്തമായിട്ട് മെറ്റാലിക് ലുക്ക് വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചെയ്യാം കേട്ടോ. എനിക്ക് ഈ ഒരു ഫ്ലവർ പോട്ടിലേക്ക് അതാണ് ഒന്നുകൂടി ഭംഗിയായിട്ട് തോന്നിയത്. അപ്പോൾ അങ്ങനെ ചെയ്തു. എല്ലാ എല്ലാ ഇതളുടെയും അറ്റത്ത് അങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ. നടുവിലുള്ളതൊക്കെ നമ്മൾ ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ നടുവിലുള്ളതിൻ്റെ ഒക്കെ ഉള്ളിലേക്ക് ചെയ്യാൻ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനിത് കയ്യിൻ്റെ ടിപ്പ് വെച്ചിട്ട് തന്നെ അങ്ങനെ ജസ്റ്റ് ഡാബ് ചെയ്തിട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി ഇതേപോലത്തെ ഫ്ലവേഴ്സൊക്കെ നമ്മൾ വാൾ ഹാങ്ങിങ് ആയിട്ട് വെച്ചിട്ട് നമ്മൾ ചെയ്ത ഫ്ലവർ ബഡും ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ചെയ്യുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും കാണാൻ. വല്ല വാളിൽ കാർഡ്ബോർഡ് പീസിലൊക്കെ അങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല വാൾ ഹാങ്ങിങ് ആയിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ ഫ്ലവർ ബഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പറഞ്ഞാൽ നമ്മൾ 3 പിസ്ത ഷെൽസ് കണക്ട് ചെയ്ത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ 4മത്തത് കൂടി വെച്ചിട്ട് ആ ഒരു റൗണ്ട് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആണ് ശരിക്കുള്ള ഫ്ലവർ ബഡിൻ്റെ ഷേപ്പിലേക്ക് മാറാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.